ലിസോ എന്നൊരു ചോക്ലേറ്റ് ആണ് റീറ്റെയിൽ സെഗ്മെന്റിൽ കേരളത്തിൽ നിന്നൊരു പ്രോഡക്റ്റ് B2Cയിൽ വന്നിട്ട് പോയി നിൽക്കുന്നത്. അതെ, അതെന്തായിരുന്നു? വാട്ട് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി? ഇത് നല്ല പ്രോഡക്റ്റ് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നല്ല പ്രോഡക്റ്റ് മാത്രം പോരാ ഒരു ബിസിനസ് സർവൈവ് ചെയ്യാൻ. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ബാക്കി ഇൻഫ്രാസ്ട്രക്ചറും വേണം. മറ്റേത് ബിസിനസ് പോലെ ഉള്ളൂ. ഇപ്പോൾ മൾട്ടിനാഷണൽസ് ഈ വളരെയധികം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായിട്ടൊരു സ്പേസ് കണ്ടുപിടിക്കുക. ഇപ്പം നമ്മുടെ ഓരോ പ്രോഡക്റ്റ് എടുത്താലും ദ വെരി യുണീക്ക്. ഇപ്പം ഞാൻ ഒരിക്കലും ഈ ബിസിനസ്സിൽ ഇറങ്ങിയത് എൻ്റെ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടുവരാനാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറ്റലിയിൽ പോയി, ഫെറോറോ എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ അവിടെ പോയി നല്ല അവിടുത്തെ ഷെഫുകളെ കണ്ടുപിടിച്ച് അവിടുത്തെ എക്യുപ്മെൻറ്റ് സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ ഈ എക്സിസ്റ്റിംഗ് ന്യൂട്രലായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിനേക്കാളും ബെറ്റർ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി. അങ്ങനെ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് വൈസും പ്രോസസ് വൈസും നമ്മൾ ബെറ്ററാക്കി ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സ്പ്രെഡ് ആക്ച്വലി ഡെവലപ്ഡ് ഇൻ ഇറ്റലി? യെസ്, എൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഇറ്റലിയിൽ നിന്നായിരുന്നു. Fintaxman, the mentor your business needs.